അവിടെ ശ്രീകുമാർ മനയിൽ വി ഡി സതീശൻ അല്ലാതെ മറ്റൊരവകാശിയില്ല ഈ വിജയത്തിന് എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പൊതുസമൂഹത്തിലുള്ള കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകളും. ആ നിലയ്ക്ക് കാരണം പല ഫ്ലക്സുകളും പട നയിച്ചവൻ നമ്മളെ നയിക്കട്ടെ എന്നുള്ളതാണ്. ആ ഒരു വികാരത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സാധിക്കുന്നതാണോ? അല്ല, ഇത് അഭിലാഷിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങളിലെ ധാരണക്കുറവും കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അറിവില്ലായ്മയും കൊണ്ടാണ് ഇത്തരം ആൾക്കാർ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾ വന്നാൽ, ഒരു സേവിയർ, ഒരു രക്ഷകൻ വന്നാൽ മാത്രമേ സംസ്ഥാനത്തിനും കോൺഗ്രസിനും രക്ഷയുണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നത്. ഈ ഏകദൈവ വിശ്വാസം പോലത്തെ ഒരു സെമറ്റിക് മതവിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഏകദൈവ വിശ്വാസം പോലത്തെ ഒരു സംഭവമാണ്. കോൺഗ്രസ് എല്ലാ നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരാണ്. അവരെല്ലാവരും മന്ത്രിമാരായിരുന്നു, ഒക്കെ കഴിവ് തെളിയിച്ചവരുമാണ്. വളരെ മികച്ച മന്ത്രിമാരായിരുന്ന ആൾക്കാർ തന്നെയുണ്ട് കോൺഗ്രസിൻ്റെ ഇപ്പോൾ എം എൽ എമാരായിട്ട് ജയിച്ചു വന്നവരിൽ. വളരെ മികച്ച മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിമാരായിരുന്നവർ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതാവാണ് നയിച്ചതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം അദ്ദേഹമാണ് UDF ചെയർമാൻ, അദ്ദേഹമാണ് നിയമസഭാ കക്ഷി നേതാവ്. കാരണം നിയമസഭാ കക്ഷി നേതാവാണല്ലോ നയിക്കുന്നത്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ ആരാണ് ഇതിനെ നയിച്ചത് എന്ന് മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ല കോൺഗ്രസിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുള്ളത്. അതങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നവർ കുറ്റം പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും ഇനി നാളെ വേറൊരു നേതാവിൻ്റെ പേര് ഈ 64-63 MLA മാരെന്ന് ഉയർന്നു വന്നാലും അവരെല്ലാം വളരെ ക്രെഡിബിലിറ്റി ഉള്ളവരാണ്, അവരെല്ലാം വളരെ ഭരണപരിചയമുള്ളവരാണ്, അവരെല്ലാം ജനങ്ങളിൽ നിന്ന് ഈ 10,000-കണക്കിന് വോട്ടുകൾ ഇപ്പോൾ വാങ്ങി ജയിച്ചു വന്നവരുമാണ്. 1-2 അല്ല, 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം വാങ്ങി ജയിച്ചു വന്നവരാണ്. അത് നമ്മൾക്ക് ഈ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ അറിയാവുന്നുള്ളത് മാത്രമോ അതിലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം കൊണ്ടോ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു CPM തന്നെ VS അച്യുതാനന്ദൻ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു കാലത്ത് ആൾ പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ 10 കൊല്ലം നയിക്കാൻ പറ്റില്ല. അപ്പോൾ പിണറായി വിജയനും മോശക്കാരനായിരുന്നില്ല. നിങ്ങളൊന്നും കാര്യം അപ്പം അത് ആ ഒരളവ് പോലെ എല്ലായിടത്തും ബാധകമാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ മാത്രമേ CPM രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ പിണറായി 10 കൊല്ലം ഭരിച്ചത്? അതും നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഭാവി പ്രതീക്ഷകൾ, അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കേവലം ഏതെങ്കിലും ഒരു വ്യക്തികളെയോ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത്. ഈ നടപടി ഇപ്പൊ നോക്കൂ, ഇന്നിപ്പോ വി ഡി സതീശൻ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങുമ്പോൾ പ്രവർത്തകരുടെ ഒരു വലിയ ആഘോഷത്തിലേക്കാണ് അദ്ദേഹം ചെന്നിറങ്ങുന്നത്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീകുമാർ വോട്ട് ചെയ്ത ആളുകളുടെ വികാരത്തെയും പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയും ഒക്കെ മാനിച്ചില്ലെങ്കിൽ, ഇപ്പൊ നേരത്തെ VS അച്യുതാനന്ദന്റെ ഉദാഹരണം പറഞ്ഞില്ലേ, 2006 VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ടെന്ന് CPM തീരുമാനിക്കുന്നു. എന്തിത് പാർട്ടി പ്രവർത്തകരെ കൂടടക്കം വെളിയിലിറങ്ങി ജാഥ നടത്തി, വലിയ ഫ്ലെക്സ് കൊണ്ടൊക്കെ ജാഥ നടത്തി. പാർട്ടിക്കാർ നിലപാട് തിരുത്തേണ്ടി വന്നു. 2014 വീണ്ടും VS-നെ മത്സരിപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നു. ജനം തെരുവിലിറങ്ങുന്നു. CPM പോലൊരു പാർട്ടിക്കാർ നിലപാട് തിരുത്തേണ്ടി വന്നു. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളെ അല്ലെങ്കിൽ വികാരത്തെ മാനിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലെ ഫണ്ടമെന്റൽ. അല്ല, അത് നിങ്ങൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് കേരളത്തിലെ പത്രപ്രവർത്തകർ ആർക്കും അടിസ്ഥാനപരമായ ഒരു ധാരണയില്ലാത്തതുകൊണ്ടുള്ള ചോദ്യമാണത്. CPM പോലുള്ള എല്ലാ കോൺഗ്രസ് ഒരു കാലത്തും തീരുമാനമെടുത്തിരിക്കുന്നത് ആളുകളെ ഇറക്കിയിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ രാജശേഖർ റെഡ്ഡി ഒന്നും ഒരിക്കലും, അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡി ആയിരിക്കും ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി. അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. കാരണം നിങ്ങൾ ഈ വൈകാരികമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടും വൈകാരികമായിട്ട് ഇങ്ങനെ വിലയിരുത്തുന്നതുകൊണ്ടാണ്. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പുറകിൽ MLA മാരുണ്ട്, വി ഡി സതീശൻ്റെ പുറകിൽ MLA മാരുണ്ട്, മറ്റ് നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന MLA മാരും നേതാക്കളൊക്കെ കാണും. പക്ഷേ ഹൈക്കമാൻഡിന് നിയതമായൊരു എന്താ പറയുക, പ്രോസസ്സിംഗ് എന്നുമല്ല, അതിനപ്പുറത്തേക്ക് നിയതമായൊരു ചട്ടക്കൂടുണ്ട് ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ചട്ടക്കൂടിന് അനുസൃതമായിട്ടാണ് ഇവരിൽ ആരെയും തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ പേരെടുത്ത് പറയണ്ട. പക്ഷേ അതിൽ ആ ചട്ടക്കൂട് പ്രകാരം വ്യക്തികളെ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ സീനിയോറിറ്റി പ്രധാന ഘടകമാണ്. മന്ത്രി എന്നുള്ള നിലയിലുള്ള അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ, കാരണം സർക്കാരിനെ നയിക്കണ്ടേ. ഈ 102 സീറ്റ് കിട്ടിയെന്ന് മാത്രം കൊണ്ടല്ല, സർക്കാരിലേക്ക് വരുമ്പോൾ സർക്കാരിൻ്റെ പ്രതിസന്ധികൾ, സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ ഘടകകക്ഷികൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇതെല്ലാം മാറ്റുരയ്ക്കപ്പെടുന്ന ഒരു വേദിയാണിത്. താങ്കൾ പറയുന്നത് ഭരണപരിചയം അടിസ്ഥാന ഘടകമാണ്. ഭരണപരിചയം എന്നുള്ളത് വളരെ കൃത്യവും, ഒരു മുന്നണി സംവിധാനത്തെ നയിക്കുന്നെങ്കിൽ ഭരണപരിചയം ഇല്ലാതെ നയിക്കാൻ പറ്റില്ല. നമ്മൾ പ്രഗത്ഭരായ നേതാക്കൾ, ഞാൻ വളരെ PG സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഇനി പറയുന്ന ഏത് നേതാക്കളായാലും ഇവരെല്ലാവരും പ്രഗത്ഭർ തന്നെയാണ്, ഒരു സംശയം ആർക്കുമില്ല. പക്ഷേ പ്രഗത്ഭരിൽ ഒരു ഭരണപരിചയമുള്ള ആൾ, അല്ലെങ്കിൽ ഒരു സീനിയോറിറ്റി ഉള്ള ആൾ, അല്ലെങ്കിൽ അതിന്റെ കാര്യക്ഷമത, ഇതെല്ലാം മാറ്റുരച്ച് നോക്കപ്പെടുമ്പോഴോ അറിയോ, വി ഡി സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല. അപ്പൊ വി ഡി സതീശന് ഭരണപരിചയം ഇല്ല.
രമേശ് ചെന്നിത്തല മന്ത്രിയായിട്ടുണ്ട്, കെ.സി. വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ഭരണപരിചയമുള്ള ആൾ വേണം എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ ഒഴിവായി ബാക്കി രണ്ടുപേരിൽ ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തീരുമാനിക്കുന്നു മാത്രമാണ്. ഇപ്പൊ ഞാനോ അഭിലാഷോ അല്ല ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ല. അതിന് തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ MLA-മാർ ഹൈക്കമാൻഡാണ്. പക്ഷെ അവർ ഇതെല്ലാം പരിഗണിക്കും. അവർ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അയാൾ വി ഡി സതീശൻ വളരെ മികച്ച നേതാവാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. രമേശ് ചെന്നിത്തല വളരെ ഭരണപരിചയമുള്ള സീനിയർ ആയിട്ടുള്ള നേതാവാണ്, ആർക്കും സംശയമില്ല. പക്ഷെ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് 1, 2, 3, 4 എന്നുള്ള അവർക്ക് ആ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പ്രകാരമേ ഇന്നേ വരെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നേ വരെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ, അതല്ലാതെ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ നമ്മളൊരു കാര്യങ്ങൾ അതിനെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ബ്രോഡർ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ കെ.സി. വേണുഗോപാലിന് സ്വീകരണം കിട്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ വി ഡി സതീശന് സ്വീകരണം കിട്ടി എന്നൊക്കെ ഉള്ളത്, സ്വീകരണം എന്നൊക്കെ ഉള്ളത് ഒരു വൈകാരികമായ ഇത് മാത്രം. അതിപ്പോൾ നമുക്ക് ആർക്കും സ്വീകരണം ഏർപ്പാടാക്കാന്ന്. കാരണം എത്രയോ ബ്ലോക്ക് പ്രസിഡന്റുമാരായിട്ട് വരുമ്പോൾ ഞങ്ങളവിടെ 1000 പേര് സ്വീകരണം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ 500 പേരാണ് സ്വീകരിക്കുക. അതൊക്കെ സാധാരണ ഈ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ സാധാരണ സംഭവങ്ങളാണ്. സ്വീകരണം നമ്മൾ ആരെയും അത്ര വലിയ ഇതായിട്ട് കാണണ്ട. പക്ഷേ ബ്രോഡർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഭരണപരിചയം, കാര്യക്ഷമത, അത് ജനസമ്മതി, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ജനസമ്മതി, ജനങ്ങളുടെ അംഗീകാരം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഹൈക്കമാൻഡ് തീരുമാനത്തിലുണ്ടാവുള്ളൂ എന്ന് മാത്രം. ഓക്കെ, 2006 വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഭരണപരിചയം ഉണ്ടായിരുന്നു? അദ്ദേഹം മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞു CPM അല്ല കോൺഗ്രസ്. ഏതെങ്കിലും തരത്തിൽ നാളെ ചിന്തിക്കുക വേണ്ട. വിജയ് നയനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമ്പോൾ അതിന് മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ടോ, MLA-യോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗമായിട്ടുണ്ടോ? ഇല്ല. നയനാർ 80 മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ഒന്നും ആയിരുന്നില്ല, മന്ത്രിയായിരുന്നില്ല. അത് CPM-ൽ സാധിക്കും. അത് EMS ആദ്യം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നു, അതിന് മുമ്പ് ഇല്ല. അത് CPM-ആയിട്ട് നിങ്ങൾ കണക്ക് ബന്ധപ്പെടുത്തിക്കുമ്പോൾ തന്നെ ഈ സാധനം അപ്രസക്തമായി, നമ്മുടെ ചർച്ച തന്നെ അപ്രസക്തമാണ്. ശരി.